ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫൗണ്ടേഷൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പുതിയതായിട്ട് മേടിച്ച ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ എക്സാക്ട് സെയിം ഷെയ്ഡ്, ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടേക്കോ ഇല്ല. പിന്നെ ഇതിൻ്റെ സൂപ്പറാണ്. അപ്പോൾ ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നു. അപ്പോൾ ഇത് വരുന്ന ഇതിൻ്റെ MRP സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ MRP ആണ്. നല്ല അഫോർഡബിളാണ്. ഒരു 300 റേഞ്ചിലുള്ളൂ. ഇതിൻ്റെ MRP ഇതിൽ കൊടുത്തേക്കുന്നത് 379 ആണ്. പക്ഷെ എന്തായാലും അതിൽ കുറവ് കിട്ടുമല്ലോ. അപ്പം നൈക്കിന് ഞാൻ മേടിച്ചപ്പോൾ 300 എത്രയോ ഞാൻ എൻ്റെ പ്രൈസ് താഴെ കൊടുക്കാം. അത്ര രൂപയ്ക്ക് കിട്ടിയത്. ഞാൻ ജസ്റ്റ് പരീക്ഷണാർത്ഥം മേടിച്ചതാണ്. അപ്പം ഇത് മെയിനായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഷെയ്ഡൊക്കെ നല്ല രസമാണ്. ഇപ്പം ഞാൻ മേടിച്ചേക്കുന്ന ഷെയ്ഡ് 07. ഇത് ലാസ്റ്റിന്ന് രണ്ടാമത്തെ. നല്ല ഡീപ്പ് സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഷെയ്ഡ് ഉണ്ടാവാൻ ചാൻസ് തന്നെ ഇല്ല. എന്നേക്കാളും ഒരു ഷെയ്ഡ് താഴെയാണെങ്കിൽ 08 കറക്റ്റ് ആയിരിക്കും. അത് കുറച്ചും കൂടി യെല്ലോയിഷ് ഉണ്ട്. ഇത് കുറച്ചും കൂടി യെല്ലോ കുറവായതുകൊണ്ട് ഞാൻ എടുത്തത്. ഞാൻ ഒരു ന്യൂട്രൽ ടു കൂളല്ല, ന്യൂട്രൽ ടു ചെറിയ വാമുള്ള അണ്ടർടോൺ എൻ്റെ. അപ്പം എൻ്റെ ഇത് കറക്റ്റ് ആയിരുന്നു. ഷെയ്ഡും കറക്റ്റാണ്, പെർഫെക്റ്റ് ആണ്. പിന്നെ ഇത് വലുതായിട്ട് ഓക്സിഡൈസ് ആവുന്നപോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇത് അത്യാവശ്യം മുഖത്ത് നിൽക്കുന്നുണ്ട്, നല്ല കവറേജും തരുന്നുണ്ട്. നമുക്കിത് ഇട്ട് നോക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രൈമർ തേക്കാം. ശരിക്കും വേണ്ടി പ്രൈമർ തേക്കാൻ ഞാൻ എങ്ങോട്ടും പോകണമെന്നില്ല. ഞാൻ വിചാരിച്ചു ഇതിട്ടിട്ട് എന്തോ ഒരു നേരം ലാസ്റ്റ് ചെയ്യുന്നതും കൂടി ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പം നമുക്ക് പ്രൈമർ ഇട്ട് നോക്കാമല്ലോ. ഇതാണ് എൻ്റെ കാണിച്ചത്. കണ്ടോ, കറക്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുറച്ച് യെല്ലോയിഷ് ഉണ്ട്. നിങ്ങളൊരു എൻ്റെ സ്കിൻ കളറുള്ളൊരു യെല്ലോ അണ്ടർടോൺ ആണെങ്കിൽ ഇത് കറക്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ന്യൂട്രൽ ടു ചെറിയൊരു വാമുണ്ടെങ്കിലും എനിക്കിത് അത്യാവശ്യം പോകുന്നുണ്ട്. കണ്ടോ, എനിക്ക് ഇവിടെ ഇട്ടോ. നമ്മളിത് ചെറിയ ചെറിയ ഡോട്ടാക്കി ഇട്ട് നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്ന എൻ്റെ ബെയർ ഫേസാണ്, ഒന്നുമേ ഇല്ല. അതല്ലാതെ മറ്റേ മോയ്സ്ചറൈസർ സംഭവങ്ങളല്ലാണ്ട് കാണുന്നത് ഒറിജിനൽ സ്കിൻ ടോണാണ്. അപ്പം നമ്മളിത് അത്യാവശ്യം ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഇതൊരു 30 മില്ലിയോ 40 മില്ലി ഉണ്ട്. 40 മില്ലി. നമുക്ക് ഇതേപോലെ തന്നെ വേറെ ഫൗണ്ടേഷൻ ഉണ്ട്, ലാക്മേയുടെ 925 ഫൗണ്ടേഷൻ. അത് നല്ലതാണ്. അത് ഇതിനേക്കാളും കുറച്ചും കൂടി പ്രൈസ് ഉണ്ട്. പക്ഷെ അത് ഞാൻ എൻ്റെ കറക്റ്റ് ഫൗണ്ടേഷൻ ആണ് കേട്ടുള്ള. ഇത് നല്ല എക്സാക്ട്, എനിക്ക് ആദ്യമായിട്ടാണ് ഒരു കറക്റ്റ് ഫൗണ്ടേഷൻ കിട്ടുന്നത്. അതായത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കണം. ഞാനെല്ലാം കൈ കൊണ്ട് ചെയ്യുന്ന ആളാണ്. ബ്രഷൊന്നും പിന്നെ ഇവിടെ കുറച്ച് പാടൊക്കെ ഉണ്ട്, അതൊക്കെ കവർ ചെയ്യാൻ നോക്കാം. ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ഓറഞ്ച് മയം തോന്നുന്നുണ്ടല്ലേ, പക്ഷെ നേരിൽ കാണുമ്പോൾ ആ ഓറഞ്ച് മയം ഇല്ല. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഓക്സിഡൈസ് ഒരു ഷെയ്ഡ് കുറയ്ക്കുന്നില്ലെങ്കിലും ഇതൊന്നും ഒരു രസമാവും. ചിലത് ഓക്സിഡൈസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കില്ലേ. ഇത് നല്ലൊരു ഗ്ലോ തരുന്ന പോലത്തെ ഫൗണ്ടേഷൻ, അതുകൊണ്ട് രസമുണ്ട്. അപ്പം നിങ്ങളൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നോക്കുന്നുണ്ടെങ്കിൽ മാർസിൻ്റെ ഈ ഫൗണ്ടേഷൻ നല്ലതാണ്. അഫോർഡബിൾ ആയി നോക്കും. ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല സൂപ്പർ, അല്ലെങ്കിൽ സൂപ്പറാണ്. എനിക്ക് ഫിറ്റ്മീനേക്കാളും ഇഷ്ടപ്പെട്ടതിൻ്റെ ഇത്. ഫിറ്റ്മിയുടെ കൺസിസ്റ്റൻസിനേക്കാളും ഇതിൻ്റെ രസമുണ്ട്. ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് കുറേ ഇട്ടങ്ങ് വരയ്ക്കണ്ട. പിന്നെ അതുമാത്രമല്ല ഒരു ഗ്ലോ തരുന്ന പോലെ തോന്നും. നമ്മളൊന്നും ചെയ്തിൽ തന്നെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ
ഒരു സ്കിന്നിലേക്ക് ഫിനിഷ് തരുന്നത്. മറ്റേതൊരു മാറ്റ് ഫിനിഷ് അല്ലേ, ഇതങ്ങനെയല്ല, ഒരു ചെറിയൊരു ഗ്ലോയ്ക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഫൗണ്ടേഷൻ നോക്കുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കറക്റ്റാണ്. ഇപ്പം ഞാൻ കൺസീലർ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു ഗ്രേ കളർ കണ്ടിട്ട് തോന്നുന്നുണ്ട്. ക്വൈറ്റ് നാച്ചുറൽ മക്കളെല്ലാം എടുത്ത് ഇവിടെ ഇവിടേക്കത്തേക്ക് ഞാൻ പുറത്ത് പോകാനൊന്നും റെഡി ആവുന്നില്ലല്ലോ, അപ്പം എന്താ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഇട്ട് എത്ര മണിക്കൂർ ലാസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഇതിൽ കാണിക്കാം. ലിപ് ലൈനറും കൂടെ ഇട്ടേക്കാം. എന്തായാലും നമ്മൾ ഒരുങ്ങിയതല്ലേ. ഈ ലിപ് ലൈനർ നല്ല രസമാണ്. ഇതിനെന്തുവാ വില? 69 എന്താണ്. പക്ഷെ സൂപ്പറാണ്. ഇതിൻ്റെ തന്നെ വേറൊരു ലിപ് ലൈനറുണ്ട്. ഇതിൻ്റെ തന്നെ ഇത് പെർഫെക്റ്റ് മെറൂൺ അല്ലാണ്ട് ഒരെണ്ണമുണ്ട്. ഇത് 14, അത് 15, അത് 14 ബോബി ബ്രൗണോ അങ്ങനെ എന്തോ. അത് നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഇതിലൊരു ലിപ്സ്റ്റിക് വേണം. ഇതെൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് ആണ്. നല്ല രസമാണ്. ഇതിൻ്റെ അടുത്തുള്ള ഞാൻ കാണിച്ചു ഒരു ഗ്ലോ കാണുന്നുണ്ടോ നിങ്ങൾ? എന്നാൽ കാണുക. ശരിക്കും ഞാൻ ഒരു ഗ്ലോ ഉണ്ട്. ഇപ്പോൾ ഹൈലൈറ്റർ ഒന്നും ഇട്ടില്ലേ തന്നെ ആ ഫൗണ്ടേഷൻ ഒരു ഗ്ലോ തരുന്നുണ്ട്. അതാണ് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കണ്ടോ? ഒരു ഗ്ലാസ്സിലേക്ക്, നമ്മുടെ സ്കിൻ ഗ്ലാസ്സിലൊക്കെ ആവണം അങ്ങനെ വരാം. എന്നാലും എൻ്റെ ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിലും ഒരു ഉള്ളിൽ നിന്നൊരു ഗ്ലോ തരും. അത് ഈ ഫൗണ്ടേഷൻ്റെ പ്രത്യേകതയാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ബെറ്റർ. ഹലോ ഗായ്സ്, ഇപ്പോൾ രാത്രിയായി. ഇപ്പോൾ ആ ഫൗണ്ടേഷൻ ഇട്ടിട്ടൊരു 3-4 മണിക്കൂറെങ്കിലും ആയി കാണും. വെളുപ്പിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയി തുടങ്ങി. അതായത് നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന അതിൻ്റെ പിമ്പിളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഇത് അത്ര മണിക്കൂറൊന്നും ലോങ് ലാസ്റ്റ് ചെയ്യില്ല എന്ന് മനസ്സിലായി. പക്ഷെ എന്നാലും അവരിട്ടൊരു ഫ്രഷ്നെസ് അല്ല, ഒന്ന് ഗ്ലോ ഇപ്പോഴും ഉള്ളവരെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട, ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടായിരിക്കും എന്തായാലും കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക. എനിക്ക് ഈ സാധനം പറയുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഓക്കെ, ഇനി വേറൊരു വീഡിയോയുമായി ഞാൻ വരാം. Okay, bye guys.